വോട്ടർമാരെ, നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ വിമാനം ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ചിലർ പാണക്കാട്ട് മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പാണക്കാട്ട് മഹാത്മ്യം? ആരെ ഇവർ പഠിപ്പിക്കുന്നത്? ജീവിതം മുഴുവൻ ലീഗിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച, ജീവിതം മുഴുവൻ ലീഗിന് വേണ്ടി പാണക്കാട്ട് സീറ്റിനെ കുറിച്ചാണ് ലീഗിന്റെ മഹാത്മം പറഞ്ഞു. നിങ്ങളെന്താണ് പാണക്കാട് തങ്ങളെ പഠിച്ചു തുടങ്ങി? നിങ്ങളെന്താ പാണക്കാട് തങ്ങൾ മഹാത്മം പറ? പാണക്കാട് തങ്ങളെ കുറ്റം പറഞ്ഞു ആരെന്നെ പേടിപ്പിച്ചിട്ടുണ്ട്? ഇവിടെ സ്വന്തം ബാനർ കയറിക്കാൻ ലീഗുകാർ കയറിയതാണ്, ഇവിടുത്തെ കുട്ടികൾ കയറിയതാണ്. പാലക്കാട് തങ്ങളെ മുഖംമൂടി നിങ്ങളെക്കാട്ടൊക്കെ സൈന്യന്മാരെ ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾ. പാലക്കാട്ട് തങ്ങളെ കുറിച്ച് നിങ്ങളെക്കാട്ട് ഞങ്ങൾക്ക് ബോധവാന്മാരുണ്ട്. ആ വക നമ്പർ നോക്കിയിട്ടൊന്നും ഇവിടെ വോട്ട് കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട. ഈ നാട്ടിൽ വിദ്യാഭ്യാസമുള്ള ഉൾപ്പത്തരായ വോട്ടർമാരാണുള്ളത്. ഇത് മാനത്തിലുള്ള വോട്ടല്ല, വ്യക്തിക്കുള്ള വോട്ടല്ല, വികസനത്തിലുള്ള വോട്ടാണ്, അഴിമതിക്കുന്നതിനുള്ള വോട്ടയാണ്, പീഡിപ്പിക്കുന്ന വോട്ടാണ്. നാട്ടുകാരെ, നിങ്ങളുടെ ഒരു കാര്യം വളരെയധികം ആർട്ടികൾ ഇവിടെ നിന്നുള്ള ഓരോ വികസനങ്ങളും എന്തിനു വേണ്ടിയാണ്, എങ്ങനെയുള്ളതാണ് എന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ അഴിമതിയുടെ കര ഈ ചാലക്കണ്ടിയിലേക്ക് ഒരു ഹരിജൻ കോളനിയുടെ പദ്ധതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു പദ്ധതി അവതാരത്തിലായതെന്ന് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കണം. ശാന്തരഞ്ഞൊരു അഴിമതി നേർത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ആ പദ്ധതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചതെന്ന് സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ഹരിജനങ്ങൾ ഒരു കാലത്തും ഉയർന്നുകൂടാ എന്ന ബോധമുള്ളത് കൊണ്ടാണ് അവര് നിങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്നതും അഴിമതിക്കും. ഇപ്പോഴത്തെ കുടിവെള്ള പദ്ധതിയുണ്ട്. കഴിഞ്ഞ 15 വർഷം ഇവിടെ ഭരിച്ചിട്ടും ഇവിടെ വികസനം നടത്താത്ത ഇപ്പൊ വികസനത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ വികസനം നടത്തിയത്? എന്താ ഇത് ഇന്ത്യ രാജ്യത്ത് ഒരു വാർഡല്ലേ? ഈ വാർഡിൽ വികസനം ഇനിയുമുണ്ട്. ഇവിടെ റോഡുകളല്ല, എന്താ നിങ്ങൾ ചെയ്ത വികസനങ്ങൾ പറഞ്ഞില്ല. ഇവിടെ കുടിവെള്ള പദ്ധതിയുണ്ട്. 15 വർഷമായിട്ട് ഇവിടെ ഒരു കുട്ടിക്ക് കുടിവെള്ളം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? എന്റെ കൈ കഴിഞ്ഞോ? ഇവിടെ കുടിവെള്ള പദ്ധതി എടുത്താൽ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? അഴിമതിയല്ലേ മുഴുവൻ അഴിമതി. ഇവിടെ അപ്പുറത്ത് കുളം കുത്തിയിട്ടുണ്ട്. ആ കുളം നിങ്ങൾ കാണണം. ഒരു മനുഷ്യനെ ഉപയോഗിക്കാത്ത ഒരു സ്വകാര്യ വ്യക്തി തന്റെ കുളത്തിൽ ആളെ നാട്ടുകാർ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഇവിടെ ആർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ എങ്ങനെയായി തൊഴിലപ്പെടുന്ന പോലീസ് പറയുന്നുണ്ട്. നാട്ടുകാരെ, ഇവിടുത്തെ ഈ സംവിധാനമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് വിമാനം അടയാളത്തിൽ ചെയ്ത് രേഖപ്പെടുത്തി വിജയിപ്പിച്ചു തരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അടുത്തായ അഷ്റഫ് അലി നിർമ്മാണം സംസാരിക്കും. ഈ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വോട്ട് ചോദിച്ച് ഇറങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു മാറ്റത്തെ കുറിച്ചാണെന്ന് പറഞ്ഞു. 15 വർഷമായിട്ട് ഇപ്പോൾ മത്സരിക്കുന്ന കൊച്ചിയും അദ്ദേഹത്തിന്റെ കൽപ്പന കക്ഷിയായ ആൾക്കാരുമാണ് ഇവിടെ മത്സരിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?